നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. പോർച്ചുഗീസ് സൂപ്പർ താരമായ ജാവോ ഫെലിക്സിനെ 2019 അത്ലറ്റിക്കോ മാഡ്രിഡ് ബെൻഫിക്കയിൽ നിന്നും സ്വന്തമാക്കിയിരുന്നത്. ഒരു റെക്കോർഡ് തുകയായിരുന്നു അദ്ദേഹത്തിന് വേണ്ടി അവർ ചിലവഴിച്ചിരുന്നത്. എന്നാൽ പ്രതീക്ഷിച്ച രൂപത്തിൽ തിളങ്ങാൻ ഫെലിക്സിന് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, പരിശീലകനായ ഡിയേഗോ സിമിയോണിയുമായി അദ്ദേഹം ഉടക്കുകയും ചെയ്തു എന്നുള്ളതാണ്. തുടർന്ന് ചെൽസിയിലേക്കും പിന്നീട് FC ബാഴ്സലോണയിലേക്കും ഫെലിക്സ് ലോൺ അടിസ്ഥാനത്തിൽ പോയിരുന്നു. ഇപ്പോൾ വീണ്ടും അദ്ദേഹം ചെൽസിയിലേക്ക് തന്നെ പോവുകയാണ്. 6 വർഷത്തെ ഒരു കരാറിലാണ് അദ്ദേഹം ഒപ്പുവെക്കുന്നത്. റയൽ മാഡ്രിഡിന് വേണ്ടി ഏറെക്കാലം കളിച്ചിട്ടുള്ള ഇതിഹാസമാണ് ഗൂട്ടി. പിന്നീട് 2013 മുതൽ 2018 വരെ റയലിൻ്റെ യൂത്ത് ടീമിനെ അദ്ദേഹം പരിശീലിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ കാലയളവിൽ ജാവോ ഫെലിക്സിനെയും ജേഡൻ സാൻചോയെയും സൈൻ ചെയ്യാൻ താൻ റയലിനോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും എന്നാൽ അത് അവർ അവഗണിച്ചു എന്നും ഇപ്പോൾ ഗൂട്ടി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: യൂത്ത് ലീഗിൽ ഫെലിക്സ് അത്ഭുതകരമായ പ്രകടനം നടത്തുന്നത് ഞാൻ കണ്ടിരുന്നു. മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവൻ ഏറെ മുന്നിലായിരുന്നു. എല്ലാവർക്കും പാസുകൾ അവൻ നൽകുന്നുണ്ടായിരുന്നു. അവനെ സൈൻ ചെയ്യാൻ ഞാൻ അന്ന് റയലിനോട് ആവശ്യപ്പെട്ടിരുന്നു. റയലിൻ്റെ യൂത്ത് ടീമിനെ ഞാനായിരുന്നു അന്ന് പരിശീലിപ്പിച്ചിരുന്നത്. സെമി ഫൈനലിൽ ഫെലിക്സ് ഞങ്ങൾക്കെതിരെ 3 ഗോളുകളാണ് നേടിയത്. യൂത്ത് ലീഗിൽ തന്നെയാണ് ഞാൻ ജേഡൻ സാൻചോയെ കണ്ടത്. 2 പേരെയും ഞാൻ ക്ലബിന് സജസ്റ്റ് ചെയ്ത് നൽകിയിരുന്നു. എന്നാൽ അവരത് അവഗണിക്കുകയായിരുന്നു. ഇതാണ് ഗൂട്ടി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഫെലിക്സ് അത്ലറ്റിക്കോ മാഡ്രിഡിൽ പരാജയപ്പെടാൻ കാരണം അദ്ദേഹത്തിന് ലഭിച്ച ആ ഒരു വലിയ ട്രാൻസ്ഫർ തുകയാണെന്നും ഇപ്പോൾ ഗൂട്ടി ആരോപിച്ചിട്ടുണ്ട്. എന്നാൽ ഈ താരങ്ങളെ സൈൻ ചെയ്യാത്തതിൽ ഇപ്പോൾ റയലിന് വലിയ ഖേദമൊന്നും കാണാൻ സാധ്യതയില്ല. എന്തെന്നാൽ സമീപകാലത്ത് നിരവധി സൂപ്പർ താരങ്ങളെ സ്വന്തമാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ താരസമ്പന്നമാണ് റയലിൻ്റെ നിര. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.